ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോ എന്തൊക്കെയുണ്ട് മച്ചാന്മാരെ വിശേഷങ്ങള്? ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേരും എല്ലാവരായിട്ടും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് കണ്ട മമ്മി എല്ലാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അയ്യോ, സർപ്രൈസ് ഇരിക്കുമ്പോ കളഞ്ഞു അല്ലേ? കണ്ടിട്ടില്ലെങ്കിൽ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ക്യാമറമാനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട ഫോൺ. അപ്പൊ വേറെ ഒന്നും അല്ല, നോക്ക്, ഇവിടെ ഗോപുവിനെ നമ്മള് സൗസർ ഇടിച്ചേക്കാണ്. ശരിക്കും പറഞ്ഞാൽ കുറെ നാളായി വിചാരിക്കണു നമ്മുടെ ഗോപുവിന് ഒരു സൗസർ ഇടിക്കണമെന്ന്. അപ്പൊ മമ്മി ഒന്ന് എടുത്ത് കാണിച്ച, ഞാൻ എടുക്കാം മമ്മി അവിടെ ഇരുന്നു. കണ്ടാ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പുതിയ സൗസർ? കണ്ടില്ലേ? വേറൊന്നല്ല കേട്ടോ, ഇവന് ഇരിക്കണ സമയത്ത് ഇവിടെ അല്ലെ ബാക്കിൽ ഇങ്ങനെ ചെറിയൊരു പൊട്ടല് എന്ന് വെച്ചാൽ ഇങ്ങനെ ടൈമ്പൊക്കെ വന്ന് നിക്കുക. കാരണം കളർ മാറ്റം വന്നേക്കാം, പാവം തോന്നുക. അതെ, അപ്പൊ മാറ്റം ഇങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങള് ഒരു സൗസറിന്റെ കാര്യം വിചാരിച്ചത്. അല്ല ഗോപ, ഇപ്പൊ സൗസർ വെച്ചപ്പോ കണ്ട കാലും മുതലാളിമാരെ പോലെ ഇരിക്കണം. ഇപ്പൊ അവൻ വലിയ ആളായി സൗസറൊക്കെ ഇട്ടപ്പോ. പിന്നെ വീലിന്റെ കാര്യം അപ്ഡേഷൻ, ഇപ്പോഴത്തെ കറന്റ് അപ്ഡേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് കുറെ സോറിയൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ആക്കി. ഞാൻ പറഞ്ഞു സോറി പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ആൾക്കാരെ മുന്നിൽ ഞാനാണ് ഫേസ് ചെയ്യണേ. അപ്പോ എന്തായാലും നമുക്ക് അവസ്ഥ മനസ്സിലാക്കാണ്ട് പെരുമാറാനും പറ്റില്ല. തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച, ഈ 3 ദിവസമാണ് പറഞ്ഞേക്കണേ. ഞാനിപ്പോഴും ഫിക്സ് ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് പറഞ്ഞ ഡേറ്റ്, തിങ്കൾ, ചൊവ്വ അല്ലെങ്കിൽ ബുധൻ. ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം അവർ വരും, ഫിക്സ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കണേ. എന്തായാലും ഇന്ന് വരാനാണ് വിചാരിച്ചത്. ഇന്ന് തൃശ്ശൂർ പൂരമാണ്, എല്ലാവർക്കും അറിയാലോ, കുടമാറ്റം ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. ഭയങ്കര തിരക്കും കാര്യങ്ങളും പിന്നെ ബ്ലോക്കും, ഉദ്ദേശിച്ച സമയത്ത് എത്തില്ല, കുറെ ബുദ്ധിമുട്ടുകൾ കാണും. അപ്പൊ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വീക്കിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോ പോസ്റ്റ്പോൺ ചെയ്ത ഡേറ്റ് ആണ് തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ എത്തും. പിന്നെ വേറൊരു കാര്യം, ഇന്ന് ഇവിടെ എല്ലാവരും ഞങ്ങൾ കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടന്മാരെ ആക്കിയിട്ടുണ്ട്, സുന്ദരി മണികളാക്കിയിട്ടുണ്ട്. മെയിൻ അട്രാക്ഷൻ ആരാന്നറിയോ? ആരാ മമ്മി ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ? ബെല്ല. വേറൊന്നല്ല കേട്ടോ. ബെല്ല എന്റെ മോളും കൂടെ വന്നേക്കാ, നോക്ക്. ഞങ്ങള് പൊട്ടൊക്കെ തൊട്ട് കണ്ട, ഞങ്ങൾക്ക് പുതിയ മാല കണ്ട, നിങ്ങള് പുതിയ മാല, ഞങ്ങളുടെ മുത്തുമാല ഒക്കെ ഇരുന്നിട്ട് കണ്ട, ഇരുന്ന് കാണിച്ചു കൊടുത്ത ക്യാമറമാൻ ശരിക്കും സൂം ചെയ്യൂ, 100ൽ സൂം ചെയ്യും, 100ൽ കണ്ട. ഞങ്ങള് പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരി മണിയായി. അതെ, ഞങ്ങള് വാലിട്ട് കണ്ണെഴുതി നല്ല സുന്ദരി മണിയായി. പിന്നെ നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷക്കുട്ടി കണ്ട, പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ നോക്ക. എന്താടാ നീ എന്നെ പറ്റി പറയണേ എന്നുള്ള രീതിക്ക്. ഇനി ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ കൺമഷിയും കാര്യങ്ങളൊക്കെ എഴുതിയേ, ആണുങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾ കൺമഷ എഴുതിയില്ല, പൊട്ടൊക്കെ തൊട്ട് ഞങ്ങളെ പാപ്പൂന് കണ്ട, കുളിച്ച് സുന്ദരനായിട്ട് പാപ്പൂന് പാപ്പിയാക്കി. പാപ്പു എന്നുള്ളത് പാപ്പിയാക്കി. എന്റെ കുഞ്ഞൻ മമ്മി കുഞ്ഞനെ എവിടെയാ? അതെ, ഇവിടെ നോക്ക്. ഇത് ഞങ്ങളെ രാധ, കുഞ്ഞെന്ന് പേര് മാത്രമേ ഉള്ളൂ, ഞങ്ങള് രാധയാണ്. പിന്നെ ഇവിടെ കണ്ട, അതെ, ഞാൻ നേരത്തെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ ലൈവ് ആയിട്ട് കണ്ടോ? നമ്മുടെ ബെല്ല മമ്മി കൊച്ചിന് ഇങ്ക കൊടുക്കാണ്, പാല് കൊടുത്തോണ്ടിരിക്കുക അല്ല ബെല്ലക്കുട്ടിയെ? ഇപ്പൊ ഞങ്ങളുടെ ബെല്ല മമ്മി ആട്ടാ. ഇപ്പൊ പിന്നെ വേറൊരു സന്തോഷ വാർത്ത, ബെല്ലക്കുട്ടി ഓൾറെഡി അഡോപ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴല്ല, അടുത്ത കൊല്ലത്തേക്കാണ്. അവര് ലീവിനും കാര്യങ്ങളൊക്കെ വന്ന് വരുന്നോട് കൂടിയിട്ട് ബെല്ലനെ കൊണ്ടുപോവാണ്. ശരിക്കും ശക്തൻ മാർക്കറ്റിൽ നിന്ന്, പച്ചമലത്തിൽ പറഞ്ഞ ശക്തൻ മാർക്കറ്റിൽ നിന്ന് നേരെ ലക്ഷറി ലൈഫിലേക്കാണ് പോണത്. ഒത്തിരി സന്തോഷം, എല്ലാവരും സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും. മമ്മി വേറെ എന്താ പുതിയ വിശേഷം? ഇതന്നെയാണ്, വേറെ വിശേഷം ഒന്നുമില്ല. എന്റെ മോൻ കാലാട്ട് നോക്കി നീ കണ്ട. ഞങ്ങൾക്ക് സൗസർ ഇട്ടപ്പോ വലിയ സന്തോഷമായി. ഞങ്ങൾ സൗസർ ഇട്ടപ്പോ വലിയ സന്തോഷമായി ഞങ്ങൾക്ക്. കണ്ട, ഭയങ്കര ഹാപ്പിയായി. അല്ല ഗോപുവിനെ എല്ലാരും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാ. കാരണം സത്യം പറഞ്ഞ പലരും എന്നെയാണെങ്കിലും മമ്മീനാണെങ്കിലും തിരിച്ചറിഞ്ഞത് ഗോപു കാരണം കൊണ്ടാണ്. പല സ്ഥലത്തും ഇപ്പൊ മമ്മീന് ഇന്ന് വരെ ഡെലിവറിക്ക് പോയപ്പോ മമ്മീന്റെ അടുത്ത് പറഞ്ഞത് ഗോപുവിന്റെ അമ്മയല്ലേ, കർമ്മഞ്ചേണ്ട അമ്മയല്ലേ. ആദ്യം ഗോപുവിന്റെ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കർമ്മഞ്ചേണ്ട അമ്മയിലേക്ക് എത്തണം കേട്ടാ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ പുറത്തത്തെ നമ്മുടെ പിള്ളേരെ ഇനി ഇവിടുന്ന് കാണിക്കാൻ പറ്റൂടാ, കാരണം അവിടെ എത്തുമ്പോ ക്യാമറമാനെ തട്ടി തെറിപ്പിക്കും. ഇവിടെ പറയാന്ന് വെച്ചത് നമ്മുടെ ഡോബ്രു വിക്കി നിക്കണുണ്ടോ? വിക്കി അവിടെ ഉണ്ട്, ഡോബ്രു അവിടെ ഉണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, അസുഖങ്ങളൊക്കെ മാറി ഏറെക്കുറൊക്കെ സെറ്റായി. ടിക് ഫീവറും കാര്യങ്ങളൊക്കെ മാറി. ഇടയിൽ അവന് ട്യൂമർ വന്നിട്ടുണ്ടായിരുന്നു, അതിന് സർജറി കഴിഞ്ഞു. സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ആശാൻ ഞങ്ങൾ ആദ്യത്തെ തവണ സ്റ്റിച്ച് ഇട്ടു, അത് പൊട്ടിച്ചു. റീസ്റ്റിച്ച് ചെയ്തു, അതും പൊട്ടിച്ചു. ഇനി ഡോക്ടർ പറഞ്ഞു ഇനി സ്റ്റിച്ച് ഇടണ്ട, കാരണം അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ
രോമാഞ്ചത്തിൽ അർജുന അശോകന്റെ പോലെ കിളി ഊന്ന് പറഞ്ഞു. അപ്പൊ അതേ പിന്നെ ഞങ്ങള് ആ സാധനം ചെയ്യണില്ല. സ്റ്റിച്ച് ഇടാനുള്ള ഇതില് ഞങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്ത് ഉണക്കാനുള്ള പരിപാടി ചെയ്തു. ഉണങ്ങി ഏറെക്കുറൊക്കെ സെറ്റായി. അപ്പോ ഇതാണ്. അപ്പോ ഇന്ന് തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം കാണുന്ന എല്ലാവരും നല്ല അടിപൊളി പൂരാശംസകൾ നേരെയാണ്. നാളെ വെടിക്കെട്ട് അല്ലെ. ഞങ്ങൾക്ക് പിന്നെ പൂരത്തിന് തീരെ താല്പര്യം, എനിക്കൊട്ടും താല്പര്യമില്ല കേട്ടോ. കാരണം എന്റെ മാത്രം അഭിപ്രായമാണ്. ആ മിണ്ടാപ്രാണികൾ ഇങ്ങനെ ചങ്ങലക്കിട്ട് നിർത്തുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം കാണുമ്പോ. ഇനി ഇതിൽ വന്നിട്ട് പൂരപ്രേമികൾ വന്നിട്ട് പൊങ്കാലിടരുത്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ്. എല്ലാവർക്കും ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള റൈറ്റ്സ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാല്ലേ ചെറിയൊരു വീഡിയോ. എന്തായാലും ഞങ്ങള് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ഞങ്ങൾ വീഡിയോ എന്തായാലും കറക്റ്റ് നല്ലൊരു പട വീഡിയോ ആയിട്ട് വരും. നമ്മുടെ ഗോപുകുട്ടന്റെ വീലിന്റെ കാര്യങ്ങളായിട്ട്. ഗോപുകുട്ട എന്തിനാ അപ്പൊ ഉറങ്ങണേ? വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് ഉറങ്ങിയാൽ മതി. നമസ്കാരം പറഞ്ഞ മോനെ. പറയും നമസ്കാരം പറ. നന്ദി നമസ്കാരം. അതെ, കാലുകൊണ്ട് ഞങ്ങളും പറയും നമസ്കാരം. ഇടയ്ക്ക് ഞങ്ങള് വിചാരിക്കും കാല് ഇതിങ്ങനെ ആക്കുമ്പോ ഇങ്ങനെ വന്ന് ഇങ്ങനെ കാലടിക്കുമ്പോ ഞാൻ ഇവന്റെ മൈൻഡ് വോയിസ് റീഡ് ചെയ്യും. എങ്ങനെയാണെന്നറിയോ? കാല് വയ്യാണ്ടായി പോയി, ഇല്ലെങ്കിൽ കാല് മടക്കി തന്നതിന് ഇടയ്ക്കാവും വിചാരിക്കാറുണ്ട് എന്നെ പറ്റിട്ട്. അപ്പൊ അതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങള്. അപ്പൊ ഇനി വേറെ വെറൈറ്റി സൗസറുകൾ ഞങ്ങള് മേടിച്ചിട്ടുണ്ട്. സൗസറുകൾ കാണിച്ചു തരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗസറുകൾ എവിടെ മാറ്റി കൊണ്ടുപോയാ? മാറ്റി വെച്ചാ? അതെ. അപ്പൊ ഈ വട്ടം കാണിക്കാൻ പറ്റിയില്ല. അടുത്തടുത്ത വീഡിയോയില് ഞങ്ങൾ അടുത്തടുത്ത സൗസറുകളായിട്ട് ഞങ്ങൾ നല്ല ചിത്രശലഭത്തിന്റെ കളറൊക്കെയുള്ള മറ്റേ ഫോട്ടോകളുള്ള ഷോർട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അല്ലെ മമ്മിയ? അപ്പൊ അതൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് ഇനി ഞങ്ങൾ വരാൻ പോണേ. ഞങ്ങൾ ഇനി ഫുള്ള് മോഡേൺ ആവാണ് അല്ലെ. ഞങ്ങൾ ഇനി ഫുള്ള് കോമഡി, ഫുള്ള് ഹ്യൂമർ, കുറെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഇനി പിടിക്കാൻ പോണ്. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെ വൈൻഡപ്പ് ചെയ്യും മമ്മിയ. കാല് ക്യാമറമാനോട് പറയാ കാല് മടക്കി തരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.